ഹലോ യൂട്യൂബ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഇവിടെ ബ്രാറ്റിസ്ലാവ കാസിൽ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റെഡി ആവണം, ഇനി റെഡി ആവുക, നേരെ പോവുക. റെഡി ആവുന്നതൊന്നും ഞാൻ ഇന്ന് കാണിക്കത്തില്ല, നമ്മൾ നേരെ പോയിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ ബോൾട്ട് പിടിച്ചാണ് വന്നത്. നമ്മൾ 3 പേരുണ്ടായിരുന്നു. 3 പേരുള്ളതുകൊണ്ട് ബോൾട്ട് പിടിച്ച് വരുന്നതാണ് ലാഭം. അല്ലെങ്കിൽ ബസ്സിനാണ് സാധാരണ നമ്മൾ വരാറ്. ബസ്സിനെന്ന് പറഞ്ഞാൽ ഒരു ടിക്കറ്റിന് അരമണിക്കൂറിലുള്ള ഒരു കണക്കാണ് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ അതിന് 1.20 യൂറോ ആവും. അപ്പോൾ അത് 3 പേരാകുമ്പോഴേക്കും അത് ഒരു എമൗണ്ട് അറിയാമല്ലോ. പക്ഷേ 3 പേര് ബോൾട്ടിക്ക് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും റേറ്റ് കുറവ്. ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഊബർ കണക്കത്തെ സെറ്റപ്പാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഒരാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് റൂമുണ്ട്, പുള്ളി അവിടെയാണ്. പുള്ളി ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ബ്ലൂ ചർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്തൊരു ട്രാമിൻ്റെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാസിലും പിന്നെ UFO ടവറും കൂടെ ഉള്ളൊരു വ്യൂ ഒക്കെ കിട്ടും. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ആദ്യം അവിടെ പോകുന്നു, എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ കാസിലോട്ട് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലുള്ളൊരു വ്യൂ ആണിത്. കണ്ടില്ലേ, ഇങ്ങനെ കിടിലം നല്ല നല്ല പഴയ മോഡലിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് അറിയാമല്ലേ, ഇതൊരു ഓൾഡ് ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ ആ രീതിയിലുള്ള കുറേ സംഭവങ്ങൾ കാണും. അപ്പോൾ കണ്ടില്ലേ, നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടി. ഇവിടെ മൊത്തവും ഈ ഒരു ഭാഗത്ത് മൊത്തവും ഇങ്ങനത്തെ ബിൽഡിങ്ങും ഇങ്ങനത്തെ വ്യൂകളും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നേരെ കാണുന്നില്ലേ, അതാണ് ബ്രാറ്റിസ്ലാവ കാസിൽ. പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്. ഇതുവഴി ചെറിയൊരു ടേൺ എടുത്തിട്ട് ആദ്യം നമ്മൾ ബ്ലൂ ചർച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ പോയതിന് ശേഷമാണ് നമ്മൾ കാസിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ റൂട്ട് പിടിച്ച് പോകും ഇവിടെ നിന്ന്. ഇപ്പം കാണുന്നതാണ് ഇവിടുത്തെ ബ്ലൂ ചർച്ച്. ഇതിനകത്ത് കയറാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് അറിയാം. സൺഡേ തന്നെയാണ്, പക്ഷെ അതിനകത്ത് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മൾ പോയി നോക്കാം. ഇത് ഇത്ര നാളായിട്ട് ഇവിടെ വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു മൈൻഡിൽ പോകുന്നതാണ്. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ചർച്ചിൻ്റെ നേരെ ഫ്രണ്ടിലെത്തി. ഇതാണ് കറക്റ്റ് അതിൻ്റെ വ്യൂ ഉണ്ടാവും. ഇതിൻ്റെ കറക്റ്റ് നമുക്ക് ഒറ്റ ഫ്രെയിമിനകത്ത് അത് കിട്ടുന്നില്ല. കുറച്ചും കൂടെ ബാക്കിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷേ നമുക്കിതൊക്കെ കാണാമല്ലോ. ഇതിനടുത്ത് കിടിലം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നൈസാണ്. ഇതിപ്പം ഈ മരമൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടെന്ന് നോക്കണ്ട. ഈ സ്പ്രിംഗ് ആകുമ്പോഴേക്കും എല്ലാം കിടിലാവും. പിന്നെ അവിടെ ഒരു ആൾ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ചർച്ച അടച്ചിട്ടിരിക്കുകയാണ്. സൺഡേ ആയിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ പരിപാടി എന്താണെന്ന് ഒരു പിടിയുമില്ല. എന്തായാലും നമ്മളിവിടെ വന്നു. ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, അകത്തൊക്കെ ഒന്ന് കയറണം, അങ്ങനെയുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് ചർച്ചിൻ്റെ 2-3 ഫോട്ടോ എടുക്കാം. നേരെ നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് പോകാം. നമ്മൾ അടുത്ത് ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് ഇവിടെയാണ്. നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ട്രാമൊക്കെ പോണ ബ്രിഡ്ജില്ലേ, അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്ത പോകാനുള്ള സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു സ്പോട്ടും കിടിലമാണ്. ഇവിടെ നിന്ന് കിടിലം ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇവിടുത്തെ ആ വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ അവിടെ എത്താറായി. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഇവിടെ ഇപ്പോൾ സിഗ്നൽ ഉണ്ടല്ലോ. നമുക്കിപ്പം സീബ്ര ക്രോസിങ്ങിലൂടെ നടക്കാൻ വേണ്ടി സിഗ്നലുണ്ട്. സിഗ്നൽ ഇല്ലാത്ത കുറേ സ്ഥലങ്ങൾ വരും. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ നിൽക്കുമ്പോഴേക്കും വണ്ടി കൊണ്ട് നിർത്തി തരും നമുക്ക് പോകാൻ വേണ്ടി. ഇത് നമ്മുടെ നാട്ടിലൊന്നും വലുതായിട്ട് അങ്ങനെ കാണാറില്ല. നമ്മൾ കൈയൊക്കെ കാണിച്ച് പതുക്കെയൊക്കെയാണ് പോകുന്നത്. പിന്നെ വേറെ പല രാജ്യത്തും ഇങ്ങനൊരു ഇതില്ല. പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ, ഇവിടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവർ കൊണ്ട് നിർത്തും. അതിൻ്റെ അപ്പുറത്താണ് സിഗ്നലെങ്കിലോ അല്ലെങ്കിൽ
ആ സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് കത്തി കിടക്കുകയാണ്. അവർക്ക് പെട്ടെന്ന് പോയാലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇതുമില്ല, ഇവർ കറക്റ്റായിട്ട് കൊണ്ട് നിർത്തും. അങ്ങനെയുള്ളൊരു നല്ല പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സെറ്റപ്പ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ബ്രിഡ്ജിലെത്തി. ആ പച്ച ഗ്രില്ലില്ലേ, അതിനകത്തൂടെയാണ് ട്രാം പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നൂണ്ട് അവിടെ യോഫോ ടവർ കാണാൻ പറ്റും. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ കാസിലില്ലേ, ഇവിടെ നമ്മൾ നേരെ പോകാനുള്ള കാസിലും കാണാൻ പറ്റും. പിന്നെ ഇവിടെ സൈഡിൽ കുറേ ബോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചില ബോട്ടിലൊക്കെ റെസ്റ്റോറൻറ്റും ചില ബോട്ടിൽ ബാറും അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ വരും. അപ്പോൾ ഇവിടെ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ബാറും പാർട്ടീസും അങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സുഹൃത്തുക്കളുണ്ടല്ലോ, ഇന്ത്യൻ സഹോദരന്മാർ, അവരൊക്കെ പോയി കുറേ പണികളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെ മിക്കയിടത്തും നമുക്ക് ബാനുണ്ട്, മിക്കയിടത്തും നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴേ അവർ പുറത്താക്കും. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നോർത്ത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ പേരുണ്ട്. പോയി പരിപാടി പിടിക്കുന്നു, എന്നിട്ട് അവിടെ കുറേ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പണി ഉണ്ടാക്കി വയ്ക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വരുമ്പം ഇങ്ങനെ ചെയ്യും. ഈ പാർട്ടിക്കും അതൊക്കെ പോകുന്നത് നല്ലത് തന്നെയാണ്. ഇവിടെ ആ ലെവലിലുള്ള ജോലികളുണ്ട്. അത്രയ്ക്കും പാട് ജോലിയാണ് ഇവിടുത്തെ. ആർക്കും ഒരു നല്ല ഈസിയുള്ള ജോലി ഒരിക്കലും കിട്ടൂല. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വല്ല 2 യൂറോയോ 3 യൂറോ മണിക്കൂറിനൊക്കെ കിട്ടിയിട്ട് അങ്ങനത്തെ പണിയായിരിക്കും. അതിന് പോയിട്ട് കാര്യമില്ലല്ലോ. അതിന് പിന്നെ നമുക്ക് നാട്ടിൽ നിന്നാൽ മതിയല്ലോ. ഇവിടെ വരുമ്പം നല്ല പാടുള്ള ജോലിയൊക്കെയാണ് ആവശ്യത്തിന് സാലറി കിട്ടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പാർട്ടിക്കും അതൊക്കെ പോകുന്ന കുഴപ്പമില്ല. മര്യാദയ്ക്ക് പോവുക, നമ്മുടെ വില കളയാതിരിക്കുക. ഇത് കഴിഞ്ഞ് അടുത്ത ആൾക്കാർക്കും ഇവിടെ പോകാനുള്ളതാണെന്ന് ആലോചിക്കുക, ആ ഒരു രീതി നിൽക്കുക. അപ്പം നമ്മൾ ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഫോട്ടോസ് എടുത്തു, ആവശ്യത്തിനധികം ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇനി വീട്ടിൽ പോകണം, റൂമിൽ പോകണം, എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത എവിടെ പോവാം? നേരത്തെ പറഞ്ഞ സ്ഥലത്തോട്ട്, ബ്രാറ്റിസ്ലാവ കാസിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി ഒരുത്തിനും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അവനവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തും. അപ്പോഴേക്കും നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പോവുക. അവിടെ നിന്ന് നേരെ കയറി കാസിലോട്ട് പോവാം. അപ്പം അവൻ വരുമ്പോഴേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ, ഇപ്പോൾ ഇവയില്ലേ, നമ്മുടെ ഫെബിൻ പോകുന്നതായിരിക്കും. ഫെബിന് ജോലിക്ക് പോകണം. അപ്പോൾ ഫെബിൻ ജോലിക്ക് പോവും, നമ്മൾ കാസിലോട്ട് പോകും. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കാസിലോട്ട് കയറാൻ പോവുകയാണ്. ഇതുവഴി റൈറ്റ് സൈഡ് സ്റ്റെപ്പുണ്ട്, അതുവഴിയൊക്കെ കയറിയാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കയറി പോകാൻ പോവുകയാണ്.
അപ്പോൾ നമ്മളവിടെ എത്താറായി. ഫുള്ള് ഇവിടെ നമ്മൾ കയറിപ്പോകുന്ന വഴി ഫുള്ള് ഗ്രഫീറ്റി വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ വേറൊരു പുള്ളി ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിയുടെ അടുത്ത് സംസാരിച്ച് നോക്കുക എന്താണ് സംഭവം എന്ന്. പുള്ളി നമ്മുടെ അടുത്ത് ഇവിടെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അത് നോക്കാം. Today we are in Bratislava and we're gonna see together each other one time inshallah in Morocco. You can visit Marrakesh. പുള്ളി അപ്പം ഈ ഇതണക്കത്തെ എല്ലാ സ്ഥലങ്ങളും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ബാർസിലോണയിൽ നിന്ന് ബ്രാറ്റിസ്ലാവയിലോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പം പുള്ളി ഈ ബ്രാറ്റിസ്ലാവ കാസിലൊക്കെ കയറി കാണാം, അങ്ങനെയുള്ള പരിപാടിയാണ്, നമുക്ക് ഒരുമിച്ച് കയറാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പുള്ളി മൊറോക്കോയിൽ വരുമ്പോൾ പുള്ളിയെ കോൺടാക്റ്റ് ചെയ്താൽ മതിയെന്നും പറഞ്ഞ് പുള്ളിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. പുള്ളി മൊത്തവും നമ്മളെ ചുറ്റി കാണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ ഇൻസ്റ്റൈഡിൽ കൊടുത്തത് തന്നെ പുള്ളി അതിൽ കയറി ഫുള്ള് ഫോളോ ചെയ്തു, ഫുള്ള് ലൈക്ക് ചെയ്തു, അങ്ങനെ ഫുൾ സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. എന്തായാലും ഇന്ത്യക്കാരെ നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. നമ്മളെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, പുള്ളിയുടെ അക്കൗണ്ടിലൊക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നല്ല വൈബായിട്ടിരിക്കുകയാണ്, ഫുള്ള് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ കണ്ടില്ലേ, ഫുള്ളൊന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ കാസിലിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഇതിനേക്കാളും കിടിലൻ വ്യൂ ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ നടന്ന് ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതുവഴിയാണെന്ന് തോന്നുന്നു എൻട്രൻസ്, പക്ഷേ ക്യാഷ് കൊടുക്കണോ ഇല്ലയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ അതിനകത്ത് കയറിയിട്ടുണ്ട്. കിട്ടില്ല വ്യൂ ആണ്. പിന്നെ അവിടെ ക്യാഷ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. വേറെ സംസാരിക്കാനോ ഇതിനോ ആരും ഇല്ലായിരുന്നു അവിടെ. നല്ലൊരു കിടിലം എൻട്രി ആയിരുന്നു. കയറി വന്നപ്പോൾ തന്നെ കിടിലം വ്യൂ ആണ്. നല്ല വ്യൂ ഉണ്ട്. ഈ ചെടികളൊന്നും ഇപ്പോൾ റെഡി ആയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാം സെറ്റ് ആവുമെന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കിടിലം ലുക്കായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ക്യാസിൻ്റെ വേറെ സൈഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫുള്ള് ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാം കിടിലമാണ്. ഇവിടെ ബ്രാറ്റിസ്ലാവയിലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ക്യാസിൽ കാണാതെ എന്തായാലും പോകരുത്. നൈസാണ്. നമുക്ക് ഇവിടെ റൂമിലിരുന്ന് കിളി പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ബോറടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. കാണാനൊക്കെ നല്ലൊരിതുണ്ട്. ഇവിടെ നിന്ന് ബ്രാറ്റിസ്ലാവ, ഇതിൻ്റെ മേളിൽ നിന്ന് ബ്രാറ്റിസ്ലാവ കാണാൻ വേറെ തന്നെ ഒരു മൂഡാണ്. അപ്പോൾ എന്തായാലും ബ്രാറ്റിസ്ലാവയിൽ വന്നാൽ ക്യാസിൽ എന്തായാലും കണ്ടിരിക്കണം. My heart rages around like an ocean in my head. I can almost feel you walking in the distance, but I know that it's not reality. If you are echoing around inside these parallel dimensions all alone, know I'll find you in my dreams. I'll find you in my അപ്പോൾ നമ്മൾ നടന്ന് അപ്പർ സൈഡ് എത്തുമ്പോഴേക്കും ഒരു റെസ്റ്റോറൻറ്റ് പോലത്തൊരു സെറ്റപ്പ് കാണും. അപ്പോൾ അവിടെ നിന്നിട്ട് ഇവിടെ നോക്കാൻ വേണ്ടി ഒരു കിടിലൻ ലുക്കാണ്. ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാറ്റിസ്ലാവ കാണാൻ പറ്റും.
പിന്നെ അത് വേറെ തന്നെ ഒരു വ്യൂ ആണ്. കറക്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട്, കാസിലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ എന്തെങ്കിലും നമുക്ക് ക്യാഷ് ഇട്ടിട്ട് വേണം അത് നോക്കാൻ വേണ്ടി. ഇവിടെ ഒരു ടെലസ്കോപ്പ് സെറ്റപ്പ് ഉണ്ട്, അതിനകത്ത് ക്യാഷ് ഇടാൻ പറ്റും. ക്യാഷ് ഇട്ടിട്ട് നോക്കുമ്പോഴേക്കും കിട്ടിയിലായിട്ട് കാണാൻ പറ്റും. നമുക്ക് എല്ലാ സാധനങ്ങളും സൂം ചെയ്തിട്ടുള്ളൊരു വ്യൂ കിട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പം അതും ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ റെസ്റ്റോറൻറ്റിനകത്ത് നല്ല ഫുഡുണ്ടെന്നൊക്കെ പറയുന്നു. ഞാനിതുവരെ പോയിട്ടില്ല, അവരൊക്കെ കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വരുമ്പം ഇതൊക്കെ ട്രൈ ചെയ്യുക, ഫുള്ളൊന്ന് നോക്കി സെറ്റ് ചെയ്തിട്ട് പോവുക, വൈബായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.